1.5 നൂറ്റാണ്ട് മുൻപുള്ള കല്ലേറ്റുങ്കര ഗ്രാമം. അന്നത്തെ പള്ളി കമ്മിറ്റി കൂടിച്ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. പള്ളിയിലേക്കായി പുതിയ ഒരു ഉണ്ണീശോയുടെ രൂപം നിർമ്മിക്കണം. ഉണ്ണീശോയുടെ രൂപം നിർമ്മിക്കാനായി അവർ ഒരു ആശാരിയെ വിളിച്ച് കരാറ് ഏൽപ്പിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം താൻ നിർമ്മിച്ച ഓമനത്തമുള്ള ഉണ്ണിയുടെ രൂപവുമായി ആശാരി പള്ളിയിൽ എത്തിച്ചേർന്നു. പള്ളിയിലിരുന്ന് ആശാരി കണക്ക് പറഞ്ഞപ്പോൾ മുൻപേ പറഞ്ഞുറപ്പിച്ച തുകയിൽ നിന്നും കുറെ മാറ്റം വന്നിരുന്നു. ഇത്രയും കൂടിയ തുകയ്ക്ക് തങ്ങൾക്ക് ആ ഉണ്ണീശോയുടെ രൂപം സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പള്ളി കമ്മിറ്റി ആശാരിയോട് പറയുന്നു. എങ്കിൽ ഞാൻ നിർമ്മിച്ച രൂപം ഞാൻ തിരികെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ആശാരി ഉണ്ണീശോയുടെ രൂപവുമായി പള്ളി വിട്ടിറങ്ങി. പള്ളിയിൽ നിന്നും ഉണ്ണീശോയുടെ രൂപം വഹിച്ചുകൊണ്ട് പാടം വഴിക്ക് നീങ്ങുകയായിരുന്ന ആശാരി അവിടെ വെച്ച് കാൽവഴുതി വീഴുന്നു. ആ വീഴ്ചയിൽ തന്നെ ആശാരിയുടെ കാഴ്ച നഷ്ടപ്പെടുന്നു. കാഴ്ച നഷ്ടപ്പെട്ട ആശാരി അവിടെ ആകെ കിടന്ന് പരിഭ്രാന്തിപ്പെട്ടു. ഒടുവിൽ ആശാരി ആ ഉണ്ണീശോയുടെ രൂപത്തിൽ പിടിച്ച് ഇങ്ങനെ പറഞ്ഞു: ഈ ഉണ്ണീശോയെ ഞാൻ കല്ലേറ്റിങ്കര പള്ളിയിൽ തന്നെ തിരിച്ചേൽപ്പിക്കാം. ഇത് പറഞ്ഞ മാത്രയിൽ തന്നെ ആശാരിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഈ ഉണ്ണീശോയുടെ അത്ഭുത തിരുസ്വരൂപമാണ് കല്ലേറ്റിങ്കര ഉണ്ണിമിശ ദേവാലയത്തിന്റെ അൾത്താരയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ഉണ്ണീശോയുടെ തിരുസ്വരൂപം. ഈ ഉണ്ണീശോയുടെ അത്ഭുത തിരുസ്വരൂപം എല്ലാ കൊല്ലവും അമ്പു തിരുനാളിന് താഴേക്കിറക്കുന്നു. ഉണ്ണീശോയുടെ അത്ഭുത തിരുസ്വരൂപത്തിന് മുൻപിൽ തൊട്ട് പ്രാർത്ഥിക്കാനും ഉണ്ണീശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും ഏവർക്കും സ്വാഗതം.